ഇന്ന് മുതൽ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ദ ജഡ്ജ് റിട്ടേൺസ് എന്ന വളരെ അടുത്ത് റിലീസായ ഒരു ഡ്രാമയാണ്. നോ ഗെയിൻ നോ ലവ് എന്ന ഡ്രാമ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ അതിന് കുറച്ച് ടെക്നിക്കൽ ഇഷ്യൂസ് വന്നതുകൊണ്ടാണ് ഈ ഡ്രാമ തുടങ്ങി വെക്കാമെന്ന് വിചാരിച്ചത്. പതിയെ പതിയെ ആ ഡ്രാമയുടെ എപ്പിസോഡ്സ് നമ്മുടെ ചാനലിൽ ഇടുന്നതാണ്. ദ ജഡ്ജ് റിട്ടേൺസ് എന്ന് പറയുന്ന ഈ ഒരു ഡ്രാമ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്ന ഡെവിൾ ജഡ്ജിന്റെ ബാക്കി ഭാഗമൊന്നുമല്ല. ഇത് പുതിയ സ്റ്റോറിയാണ്. ചിലർക്കെങ്കിലും ഈ ഒരു ടൈറ്റിൽ കേട്ടിട്ട് അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. ഈ ഡ്രാമ ഇറങ്ങിയ സമയത്ത് എനിക്ക് ഉണ്ടായിരുന്ന അങ്ങനെ ഒരു കൺഫ്യൂഷൻ. കാരണം ഈ രണ്ട് ഡ്രാമയുടെയും നായകൻ ഒരാൾ തന്നെയാണ്. ഇതും ജഡ്ജിന്റെ കഥ പറയുന്ന ഒരു ടൈം ട്രാവൽ സീരീസ് ആണ്. എപ്പിസോഡിന്റെ തുടക്കത്തിൽ നമ്മുടെ നായകനായിട്ടുള്ള ജഡ്ജിനെ കാണിക്കുകയാണ്. അയാൾക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട്. അയാള് അലക്ഷ്യമായി എങ്ങോട്ടും നടന്നു പോകുന്നു. ആരെയോ ഭയക്കുന്നുണ്ട്. അയാളുടെ വേഷം ജയിൽ പുള്ളികളുടെ ആയിരുന്നു. വളരെ ദരിദ്രമായ ഒരു സ്ഥലത്തുകൂടി അയാൾ നടന്നു പോകുന്നുണ്ട്. പെട്ടെന്ന് ഇയാളെ ആരോ ഒരു പോയിസൺ കുത്തിവെക്കുന്നുണ്ട്. അയാള് മറ്റൊരു ഇൻഫ്ലുവൻസ് ആയിട്ടുള്ള ഒരാള് പറഞ്ഞിട്ടാണ് നമ്മുടെ ജഡ്ജിനെ കൊന്നിരിക്കുന്നത്. എനിക്കിതുപോലെ മരിക്കാനായിട്ട് സാധിക്കില്ല. എനിക്ക് ശരിക്കുമുള്ള ഞാനായിട്ട് തന്നെ ജീവിക്കണം. നമ്മുടെ നായകന്റെ പേര് ലീ ഹാൻ യങ് എന്നാണ്. നമുക്ക് ലീ എന്ന് വിളിക്കാം. എന്താണ് ഈ ജഡ്ജിന് സംഭവിച്ചതെന്ന് കാണിക്കുകയാണ്. വർഷം 2035. ലീയും ജോഗിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയം ബാക്ക്ഗ്രൗണ്ടില് അവിടെയുള്ള ന്യൂസും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നഗരത്തിലെ സൗന്ദര്യവും സൗകര്യങ്ങളും വർദ്ധിപ്പിക്കുന്നതിനായി തെരുവിലൂടെ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന ആൾക്കാരെ അവിടെ നിന്ന് മാറ്റാനായിട്ട് ഉദ്ദേശിക്കുകയാണ്. അതിനാൽ തന്നെ വീടുകളില്ലാത്ത അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന ആൾക്കാരെ, ആരും താമസിക്കാത്ത ഉപേക്ഷിച്ച കെട്ടിടങ്ങളിലും അണ്ടർഗ്രൗണ്ട് ടണലിലും അഴുക്ക് ചാലുകളിലും ഉപേക്ഷിക്കാനാണ് തീരുമാനം. ഇവിടെ മനുഷ്യാവകാശ ലംഘനമാണ് ശരിക്കും നടക്കുന്നത്. അവർക്ക് ശരിയായ സൗകര്യമൊന്നും തന്നെ ഗവൺമെന്റ് കൊടുക്കുന്നില്ല. ഇന്നൊരു സിറ്റി ഏരിയയില് ഒരു ഫാമിലിയില് 3 പേരാണ് ഒരു വീട്ടില് മരിച്ചതായിട്ട് കാണപ്പെട്ടത്. അവിടെ ഇലക്ട്രിസിറ്റിയോ വെള്ളമോ ഉണ്ടായിരുന്നില്ല. അവിടെ കുറച്ച് പിസ്സ മാത്രമാണ് ബാക്കി ഉണ്ടായിരുന്നത്. അതായിരുന്നു ആ ഒരു ഫാമിലി അവസാനമായി കഴിച്ചിട്ടുണ്ടായിരുന്നത്. പോലീസ് പറയുന്നത് ആ പാരന്റ്സ് വല്ലാത്ത കഷ്ടപ്പാടിലായിരുന്നു. അവരുടെ കുട്ടിയെ കൊന്നതിന് ശേഷം അവര് മരിക്കുകയാണ് ഉണ്ടായത്. ആ റൂമിനകത്ത് മുഴുവൻ ഇവർക്ക് അടയ്ക്കാനുണ്ടായിരുന്ന ബില്ലുകളും മറ്റുമായിരുന്നു. ഫാമിലിയുടെ ബാങ്ക് അക്കൗണ്ട് പരിശോധിച്ചപ്പോ അതിനകത്ത് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് അവരും ആത്മഹത്യ ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മുടെ ജഡ്ജ് വളരെ വലിയൊരു വീട്ടിലാണ് താമസിക്കുന്നത്. അത് കണ്ടാൽ തന്നെ നമുക്ക് അറിയാൻ സാധിക്കും അയാള് വളരെ റിച്ച് ആണ്. അയാള് കല്യാണമൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. സുന്ദരിയായ ഒരു ഭാര്യ. പക്ഷെ ഇവര് തമ്മിൽ അത്ര രസത്തിലൊന്നുമല്ല. നേരമണ്ണം സംസാരിക്കുന്നത് പോലുമില്ല. അവരവരുടെ കാര്യങ്ങൾ അവരവര് നോക്കും. ഇവനും കോടതിയിലേക്ക് പോകുന്ന സമയം അവിടെ കുറച്ചു പേര് സമരം ചെയ്യുന്നുണ്ടായിരുന്നു. ഗോജിൻ കെമിക്കൽ എന്ന കമ്പനിക്കെതിരെയാണ് അവർ സമരം ചെയ്യുന്നത്. അവിടെ ഒരു മുത്തശ്ശിയും കൊച്ചുമകളും ഉണ്ടായിരുന്നു. ആ കൊച്ചുമകൾക്ക് ക്യാൻസർ ആണ്. ഈ ഒരു കെമിക്കൽ ഫാക്ടറിയിൽ നിന്ന് ഉണ്ടായ വിഷാംശം കൊണ്ടാണ് ഈ കുട്ടിക്കും ക്യാൻസർ വന്നിട്ടുണ്ടായിരുന്നത്. മുത്തശ്ശിയും ആ കുട്ടിക്ക് മരുന്ന് കൊടുക്കുന്നുണ്ട്. അവരുടെ വക്കീലും അവരുടെ അടുത്തേക്ക് വരുന്നുണ്ട്. ഈ കേസ് ഇന്നിവിടെ വാദിക്കാനായിട്ട് പോവുകയാണ്. ജഡ്ജിനെ ആരോ വിളിച്ചിട്ട് ഈ കേസ് നന്നായിട്ട് കൈകാര്യം ചെയ്യണമെന്ന് പറയുന്നുണ്ട്. ഒരു പ്രശ്നമല്ല, നമ്മൾ ഇതിനു മുന്നേ എത്ര കേസാണ് ഇങ്ങനെ കൈകാര്യം ചെയ്തിട്ടുള്ളത്. ഇതൊന്നും എനിക്കൊരു പ്രശ്നമേ ഇല്ല എന്ന് ലീയും പറയുന്നുണ്ട്. അപ്പോഴാണ് ഇവനൊരു സംഭവം ഓർമ്മ വരുന്നത്. ഇതുപോലെ ഒരു കെമിക്കൽ ഫാക്ടറിക്കെതിരെ ഒരിക്കൽ കുറച്ചു പേര് സമരം ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ലീയുടെ അച്ഛനും ഉണ്ടായിരുന്നു. അയാൾ സമരം ചെയ്യുന്ന സമയം ഈ കമ്പനിയിലുള്ള ആൾക്കാര് കുറച്ചു പേരെ ഈ സമരക്കാരെ ഒതുക്കാൻ വേണ്ടിയിട്ട് നിർത്തിയിട്ടുണ്ടായിരുന്നു. അതിന്റെ കൂട്ടത്തിൽ നമ്മുടെ ജഡ്ജും ഉണ്ടായിരുന്നു. ഇവൻ കുഞ്ഞിലെ പണമൊന്നും തന്നെ ഇല്ലാത്തത് കൊണ്ട് ആ കമ്പനിക്ക് വേണ്ടി ജോലിക്കായി പോയതാണ്. അപ്പോഴാണ് അവനും അവന്റെ അച്ഛനെ അവിടെ വെച്ച് കാണുന്നത്. ആ സമയം ആരോ വന്ന് അച്ഛന്റെ തലയ്ക്ക് അടിക്കുന്നുണ്ട്. ഇവനും അതൊക്കെ ഓർത്തിട്ട് ഒരു വിഷമൊക്കെ വരുന്നുണ്ട്. ശേഷം ഇവനും ട്രയലിനായിട്ട് പോകുന്നുണ്ട്. ആ സമയം കൈതട്ടി നീതി ദേവതയുടെ ആ ഒരു പ്രതിമ താഴെ വന്ന് വീഴുന്നുണ്ട്. ഇവനത് മൈൻഡ് ചെയ്യാതെ ട്രയലിനും പോകുന്നുണ്ട്. ആ സമയം മറ്റൊരു കാര്യം കാണിക്കുന്നുണ്ട്. ഒരു പ്രോസിക്യൂട്ടർ അവരും ആരെയും അറസ്റ്റ് ചെയ്യാനായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവളുടെ കയ്യിൽ ഒരു ഫോൺ ഉണ്ട്. അത് ട്രാൻസ്പെറന്റ് ഫോണാണ്. ഇതിപ്പോ 2035 ആണല്ലോ. അന്നേരം അവിടെയുള്ള എല്ലാവരുടെയും കയ്യില് ഇങ്ങനൊരു ട്രാൻസ്പെറന്റ് ഫോണാണ് ഉണ്ടായിരുന്നത്. ഈ പ്രോസിക്യൂട്ടർ ഒരു റെയ്ഡിന് പോകുന്നത് അവിടെ സുപ്പീരിയറിന് അറിയാമായിരുന്നു. അയാള് ആ റെയ്ഡിന് പോകുന്ന ആ ഒരു സ്ഥലത്ത് ചെയർമാനെ വിളിച്ചിട്ട് നേരത്തെ തന്നെ ഇവള് റെയ്ഡിന് വരുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവരെല്ലാവരും ഓടി നടന്ന് അവിടുത്തെ തെളിവുകൾ മുഴുവൻ നശിപ്പിക്കുന്നുണ്ട്. മറ്റു പോലീസുകാരും ഈ ഒരു എസ് ഗ്രൂപ്പ് എന്ന കമ്പനിയെ റെയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ആ ചെയർമാന്റെ ഓഫീസ് 52ാമത്തെ നിലയിലാണ്. നമുക്ക് വേഗം അവിടേക്ക് പോകണം. അങ്ങനെ ഇവരും അവിടേക്ക് സെർച്ച് ചെയ്യുന്നുണ്ട്. ഇവര് ലിഫ്റ്റ് നോക്കുമ്പോൾ മുഴുവൻ ലിഫ്റ്റിലും ഔട്ട് ഓഫ് സർവീസ് എന്ന് കാണിക്കുന്നുണ്ട്. മറ്റൊരു ലിഫ്റ്റ് നോക്കുമ്പോൾ അത് ചെയർമാന് മാത്രമുള്ളതാണെന്ന് അവിടുത്തെ സ്റ്റാഫും പറയുന്നുണ്ട്. അതുകൊണ്ട് ഇവരും പടിക്കെട്ടുകൾ കയറി ചെയർമാന്റെ ഓഫീസിലേക്ക് പോകുന്നുണ്ട്. 52 നില കയറി വേണം ഇവർക്കും ഓഫീസിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. ഇവരവിടെ എത്തുമ്പോഴേക്കും അവിടെയുള്ള തെളിവുകൾ മുഴുവൻ അവര് നശിപ്പിച്ചിട്ടുണ്ടാവും. ഇവരും ഇടയ്ക്കിടയ്ക്ക് റെസ്റ്റ് ഒക്കെ എടുത്ത് മുകളിലേക്ക് കയറുന്നുണ്ട്. അപ്പോഴാണ് ചെയർമാനും സ്റ്റാഫിനെ വിളിച്ച് ആ ഒരു പ്രോസിക്യൂട്ടർ ഒരു സ്ത്രീ അല്ലേ എന്ന് വിളിച്ചു ചോദിക്കുന്നത്. അപ്പോഴാണ് മറ്റൊരു സംഭവം കാണിക്കുന്നത്. ഇവിടെ വരുന്നതിന് 30 മിനിറ്റ് മുന്നേ ഇവളും മറ്റൊരു വഴിയിലൂടെ ഈ ഒരു എസ് ഗ്രൂപ്പിലേക്ക് പോകുന്നുണ്ടായിരുന്നു. ഇവിടെ ആ ഒരു ട്രയലും കാണിക്കുന്നുണ്ട്. ഗോജിൻ കെമിക്കൽസിനെതിരെയാണ് ഇവിടെ പരാതി വന്നിരിക്കുന്നത്. ഇവിടെ വന്നിരിക്കുന്ന ഹാന ഉൾപ്പെടെ 24 പേർക്ക് അവിടെ ജോലി ചെയ്തതിന്റെ ഫലമായി ക്യാൻസർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതില് 9 പേര് മരിച്ചു. മരിച്ചവരെല്ലാവരും ചെറുപ്പക്കാരായിരുന്നു. 30 വയസ്സിന് അകത്ത് മാത്രമേ പ്രായം വരൂ. മറ്റെന്തെങ്കിലും പറയാനുണ്ടോ
പറയാനുണ്ടോ എന്ന് ജഡ്ജി ചോദിക്കുമ്പോ ഇല്ലെന്ന് അവരും. പ്രതിഭാഗവും ഈ ഒരു ഗോജിൻ കെമിക്കൽസിന്റെ വർക്ക് സൈറ്റ് എന്ന് പറയുന്നത് അങ്ങനെ വിഷാംശമല്ല ഒരു സാധനങ്ങളും ലീക്ക് ചെയ്യാനായിട്ട് ഒരു സാധ്യതയില്ല, എല്ലാം സീൽ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അങ്ങനെ അവിടെ ജോലി ചെയ്തെന്ന് പറഞ്ഞ് ഇങ്ങനൊരു അസുഖവും വരില്ല. ഈ ഗോജിൻ കെമിക്കൽസിന്റെ ചെയർമാനും അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അതിന് വക്കീലും ചെറിയൊരളവില് ബെൻസിനോ ഫോർമാൽഡിഹൈഡോ ശ്വസിച്ചാൽ തന്നെ ബ്ലഡ് ക്യാൻസർ വരാനുള്ള സാധ്യതയുണ്ട്. അതിന് എതിർഭാഗവും അങ്ങനെയൊന്നും പറയാനായിട്ട് സാധിക്കില്ല, ഇവിടെ ഒരു എക്സ്പേർട്ടിനെ ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്, അയാളും അവിടേക്ക് വരുന്നുണ്ട്. അപ്പോഴാണ് ഈ ചെയർമാന്റെ ഒരു കാര്യം കാണിക്കുന്നത്. ഇയാളും ഒരു വക്കീലിനെ വന്ന് കാണുന്നുണ്ട്. ഇയാളെ വക്കീലന്മാർക്കുള്ള ഒരു വലിയൊരു ഓഫീസ് നടത്തുന്നുണ്ട്. ഇയാളുടെ മരുമകനാണ് നമ്മുടെ ജഡ്ജായ ലീ. നിങ്ങളുടെ മരുമകനല്ലേ ഈ ഒരു കേസിന്റെ ജഡ്ജായിട്ട് വരുന്നത്, അതുകൊണ്ട് വേണ്ടുന്ന സഹായങ്ങൾ നിങ്ങളും ചെയ്തു തരണം. നേരത്തെയുള്ള ചില കേസുകളൊക്കെ നിങ്ങളുടെ കീഴിലുണ്ടായിരുന്ന ജഡ്ജിമാരായിരുന്നല്ലോ വിധിച്ചിട്ടുണ്ടായിരുന്നത്, അത് നമുക്ക് അനുകൂലമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോഴത്തെ ജഡ്ജ് എങ്ങനെയാ നമുക്ക് അനുകൂലമായിട്ടുള്ള വിധി തന്നെയല്ലേ അയാള് പറയുന്നത്. അതിനയാള് ഗോജിൻ കെമിക്കല് ശരിക്കും ഇപ്പോൾ ലക്കിയാണ്. ശരിക്കും മരുമകനെ കൊണ്ട് ഈ വിധി അയാള് പറയിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഈ കേസിന്റെ എല്ലാ ഡീറ്റെയിൽസും ലീക്കും ഇയാള് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പറയുന്നത് പോലെ ചെയ്യാമെന്ന് ലീയും പറയുന്നുണ്ട്. ആ സമയം ലീ ആണെങ്കിൽ ഈ ഗോജിൻ കെമിക്കൽസിന്റെ ചെയർമാനെയും വന്ന് കാണുന്നുണ്ട്. എനിക്ക് കുറച്ച് പണം വേണം എന്ന് ചോദിച്ച് വാങ്ങുന്നുണ്ട്. നിന്റെ അമ്മായച്ചന്റെ കാലം കുറച്ചുകൂടി ബോൾഡ് ആണല്ലോ നീ, ഇത് ശരിക്കും ഒരു ജഡ്ജിന് ചേർന്നതാണോ? അതിനവനും അതുകൊണ്ടാണല്ലോ എനിക്ക് ഇതൊക്കെ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെ ഈ ചെയർമാന്റെ നിന്നും പണം വാങ്ങി നേരത്തെ തന്നെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അവിടെ വന്നിരിക്കുന്ന എക്സ്പേർട്ടും തീർച്ചയായിട്ടും ആ ഒരു കമ്പനിക്ക് അനുകൂലമായിട്ടായിരിക്കുമല്ലോ സംസാരിക്കുന്നത്. ഈ ഒരു കമ്പനിയിൽ അങ്ങനെ യാതൊരുവിധ കുഴപ്പമില്ല, മുഴുവൻ സേഫ്റ്റിയും മറ്റും എടുത്തിട്ടാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഇവിടെയുള്ള ആൾക്കാർക്ക് ക്യാൻസർ വരാനോ അങ്ങനെ ഒരു അസുഖമോ വരാനോ ഒരു ചാൻസും ഇല്ല. ഇത് കേൾക്കുമ്പോൾ ആ ഒരു സമരക്കാരും ദേഷ്യപ്പെടുന്നുണ്ട്. ഇവിടെ മറ്റൊരിടത്ത് മറ്റ് പോലീസുകാർ എത്തുന്നതിന് മുന്നേ തന്നെ ഈ ഒരു പ്രോസിക്യൂട്ടർ ചെയർമാന്റെ ഓഫീസിലേക്കും എത്തുന്നുണ്ടായിരുന്നു. ഇവനും ഇവന്റെ മുതലാളിയെ വിളിച്ച് സംസാരിക്കുന്ന സമയം അവിടേക്ക് പ്രോസിക്യൂട്ടറും എത്തിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അവിടെയൊക്കെ സെർച്ച് ചെയ്യുന്നുണ്ട്. അതിനൊക്കെ ഒരുപാട് ശേഷമാണ് യഥാർത്ഥ ചെയർമാന്റെ അടുത്തേക്ക് പോലീസുകാരും എത്തുന്നുണ്ട്. ടെസിക് എന്ന ആളാണ് ഈ ഒരു എസ് ഗ്രൂപ്പിന്റെ ചെയർമാൻ. ആ സമയം ഒരാള് ഒരു ബാഗിൽ കുറച്ച് ഡീറ്റെയിൽസ് വാഷ്റൂമിൽ ഒളിപ്പിച്ച് വെക്കുന്നതായിട്ട് നമ്മളെ കാണിക്കുന്നുണ്ട്. ഈ പോലീസുകാരനും അവിടെ എത്തിയിട്ട് അയാളെയും വിളിക്കുന്നുണ്ട്. അവിടെ ഇരിക്കുന്ന ഒരു ബാഗ് കണ്ടിട്ട് ഇതെന്താണെന്ന് അയാളോട് ചോദിക്കുന്നു. ഇവിടെ ജഡ്ജും വിധി പറയുകയാണ്. പ്രത്യേകിച്ച് തെളിവൊന്നും തന്നെ ലഭിക്കാത്തത് കൊണ്ട് ഈ കേസും തള്ളിക്കളയുകയാണ്. ഇത് പറയുമ്പോ അവിടെയുള്ള സമരം ചെയ്യുന്ന ആൾക്കാരെല്ലാവരും പ്രതികരിക്കുന്നുണ്ട്. ആ ഒരു ക്യാൻസർ ബാധിച്ച പെൺകുട്ടിക്കും ഒരുപാട് സങ്കടമാവുന്നുണ്ട്. മുത്തശ്ശിക്കും എന്താണ് വിധി വന്നതെന്ന് മനസ്സിലാകാത്തതുകൊണ്ട് അവളുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്. അവരെന്താ പറഞ്ഞത്? അവര് തെറ്റൊന്നും ചെയ്തിട്ടില്ല, ഇവിടെ കുറ്റമൊന്നും തന്നെ നടന്നിട്ടില്ല, അവര് കുറ്റക്കാരല്ല എന്നാണ് വിധി വന്നിരിക്കുന്നത്. മുത്തശ്ശി അതെങ്ങനെ ശരിയാകുക? എന്റെ കുട്ടി അവിടെയാണ് ജോലി ചെയ്തിട്ടുണ്ടായിരുന്നത്, എന്നിട്ടാണ് ഇങ്ങനെ ഒരു രോഗവും ബാധിച്ചിട്ടുണ്ടായിരുന്നത്, പിന്നെങ്ങനെയാ അവര് കുറ്റക്കാര് അല്ലാതാകുന്നത്? എന്ത് വൃത്തികെട്ട നിയമമാണ് ഇവിടെ ഉള്ളത്? എനിക്കിങ്ങനെ ജീവിക്കാനാകില്ല. ആ സമയം ആ ഒരു കുട്ടിയും രക്തമൊക്കെ ഛർദ്ദിക്കുന്നുണ്ട്. മുത്തശ്ശി എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞിട്ട് അവളും കരയുന്നുണ്ട്. ഇക്കാര്യം ലീയും കാണുന്നുണ്ട്. അവനത് കണ്ടിട്ട് മൈൻഡ് ചെയ്യാതെ അവിടെ നിന്ന് പോകുന്നു. ഇവന്റെ അമ്മായച്ചൻ ഇവനെ വിളിച്ചിട്ട് ദേഷ്യപ്പെടുന്നുണ്ട്. നിന്നോട് ഞാൻ കേസ് തള്ളിക്കളയാനായിട്ട് പറഞ്ഞില്ലല്ലോ, മുഴുവനായിട്ടും അവരെ ജയിപ്പിക്കണ്ട എന്നല്ലേ ഞാൻ നിന്നോട് പറഞ്ഞത്? എന്നിട്ട് ഞാൻ പറയുന്നതിന് വിരുദ്ധമായല്ലേ നീ പ്രവർത്തിച്ചത്? നിന്നോടാരാ ഇതൊക്കെ ചെയ്യാനായിട്ട് പറഞ്ഞത്? നിനക്ക് തരുന്ന പണമില്ലേ, അതിനനുസരിച്ച് നീ പെരുമാറിയാ മതി. ഇനി ഞാൻ അങ്ങനെ ചെയ്തു കൊള്ളാം എന്ന് അയാളോടും പറയുന്നുണ്ട്. അപ്പോഴാണ് ആ ഒരു നീതി ദേവതയെ അവനും കാണുന്നത്. അപ്പോഴും അതിനെന്ന് തിരിഞ്ഞു നോക്കുക പോലും ചെയ്യാതെ അവനും പോകുന്നുണ്ട്. അവന് വല്ലാതെ ദേഷ്യം വരുന്നുണ്ട് അവന്റെ പ്രവർത്തികളോട്. എന്നിട്ട് ആ ഒരു നീതി ദേവതയെ എടുക്കുന്നുണ്ട്. ഇവിടെ അമ്മായച്ചനും അസിസ്റ്റന്റിനോട് ഇവനെ ഞാൻ എന്റെ ജോലി ചെയ്യാനാണ് എന്റെ മകളെ അവന് കല്യാണം കഴിപ്പിച്ചു കൊടുത്തത്, ഇപ്പൊ അവൻ എന്നെ തിരിച്ചു കടിക്കാനായിട്ട് ശ്രമിക്കുകയാണ്, അത് അനുവദിക്കാനായിട്ട് പാടില്ല. ശേഷം ഇവനും വീട്ടിൽ വന്ന് ന്യൂസ് ഒക്കെ കാണുന്നുണ്ട്. ആ ഒരു ഗോജിൻ കെമിക്കലിനെതിരെ ഉണ്ടായിരുന്ന ഒരു കേസും തള്ളിപ്പോയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒരു 25 വയസ്സുകാരിക്ക് ബ്ലഡ് ക്യാൻസർ ബാധിച്ചിട്ടുണ്ടായിരുന്നു. ഈ കേസിന്റെ വിധിയിൽ തൃപ്തിയല്ലാത്തത് കൊണ്ട് തന്നെ ഇന്ന് ഉച്ചയ്ക്ക് അവൾ ഹോസ്പിറ്റലിന്റെ മുകളിൽ നിന്നും ചാടി ആത്മഹത്യ ചെയ്തു. ഹോസ്പിറ്റലിന്റെ CCTV ഫുട്ടേജ് നോക്കുമ്പോൾ ആ പെൺകുട്ടി വീൽ ചെയറിൽ റൂഫ് ടോപ്പിലേക്ക് പോവുകയും അവിടെ നിന്ന് എടുത്ത് ചാടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് ആത്മഹത്യക്കുറിപ്പും ലഭിച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്ത് എന്റെ മുത്തശ്ശിക്ക് ഒരു ഭാരമായിട്ട് എനിക്ക് കഴിയാനായിട്ട് സാധിക്കില്ല, കുറച്ചു നാളുകൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ട് എന്റെ മുത്തശ്ശി അനുഭവിക്കുന്നുണ്ട്. ന്യൂസിലും ഇതിൽ നിന്ന് വ്യക്തമാണ് നിയമം വഴി ഇവൾക്ക് നീതി ലഭിക്കുമെന്ന് അവൾ ഒരുപാട് കാത്തിരുന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇത് ലഭിക്കാത്തപ്പോ അവൾക്കും അങ്ങനെ ചെയ്യേണ്ടതായിട്ട് വന്നു. 9 പേരാണ് ഇതിൽ മരിച്ചിട്ടുണ്ടായിരുന്നത്. ഇതാണോ ശരിക്കുള്ള നീതി? വിക്ടിംസ് മരിക്കുന്നു, ഇതിന് കാരണമായിട്ടുള്ളവര് പുറത്തിറങ്ങി വെറുതെ നടക്കുന്നു. ഇവനും ഇത് കണ്ടിട്ട് സഹിക്കാനാകുന്നില്ല. ആ ഒരു സംഭവം അവനെ വല്ലാതെ അലട്ടുന്നുണ്ട്. പിറ്റേന്ന് അവന്റെ ഭാര്യയും ഓഫീസിലേക്ക് വരുന്നുണ്ട്. ഇന്ന് നിന്റെ അമ്മയുടെ ബർത്ത്ഡേ അല്ലേ, എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ ഈ ഗിഫ്റ്റ് അമ്മയ്ക്ക് അയക്കാനായിട്ട് പോവുകയാണ്. അതിനവനും ഈ ഗിഫ്റ്റ് എന്റെ അമ്മ സ്വീകരിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അതിനെക്കുറിച്ചൊന്നും എനിക്കറിയില്ല, ഞാൻ ഇതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമുണ്ടോ? അതിനകത്ത് ബില്ല് വെച്ചിട്ടുണ്ട്, വേണമെങ്കിൽ ഇത് കൊണ്ട് കൊടുത്തിട്ട് ക്യാഷ് ആയിട്ട് വാങ്ങിക്കാം. മരുമകൾ എന്നുള്ള നിലയ്ക്ക് എന്റെ ജോലി ഞാൻ ചെയ്യുന്നതേ ഉള്ളൂ. അവനും പെറുവിറുക്കുന്നുണ്ട്. മരുമകൾ എന്നത് പേരിന് മാത്രമല്ലേ ഉള്ളൂ, ഇത്രയെങ്കിലും നീ ചെയ്തല്ലോ. എന്നിട്ട് അമ്മയെ കാണാൻ വേണ്ടിയിട്ട് അവനും വീട്ടിലേക്ക് വരുന്നുണ്ട്. അവനും ബർത്ത്ഡേ വിഷസ് ഒക്കെ അമ്മയ്ക്ക് കൊടുക്കുന്നുണ്ട്. ഇന്നത്തെ ഈ ഒരു ദിവസം എന്തിനാണ് എന്റെ ബർത്ത്ഡേ ഒക്കെ വെച്ചതെന്ന് ഞാൻ ആലോചിക്കുന്നുണ്ട്. നീ ഇവിടെ എത്തിയല്ലോ, അതുകൊണ്ട് എനിക്ക് അങ്ങോട്ട്
വരേണ്ടി വന്നില്ലല്ലോ. പിന്നെ ഞാൻ വരേണ്ടതല്ലേ? ഇന്ന് ബർത്ത്ഡേ അല്ലേ? നിങ്ങൾ എവിടെ പോകുന്നത്? അമ്മയ്ക്ക് ശ്വാസം മുട്ടലൊക്കെ ഉണ്ടായിരുന്നു. ആ ഒരു സ്പ്രേ ബോട്ടിലും അവർ ഉപയോഗിക്കുന്നുണ്ട്. നമ്മുടെ വീടിന്റെ താഴെ താമസിക്കുന്ന മുത്തശ്ശിയുടെ കൊച്ചുമകള് ഇന്ന് ആത്മഹത്യ ചെയ്തു. ഇന്നലെ കോടതിയിൽ വെച്ച് അവള് ബ്ലഡ് ഒമിറ്റ് ചെയ്തു എന്നാണ് ഞാൻ കേട്ടത്. ഏതോ ഒരു വൃത്തികെട്ട ജഡ്ജാണ് ഇതിനെല്ലാം കാരണം. അവർക്ക് വേണ്ടുന്ന നീതി കിട്ടിയില്ലെന്നാണ് അവര് പറയുന്നത്. അപ്പോഴാണ് ഇവനും അവന്റെ മുന്നിലുണ്ടായിരുന്ന ആ പെൺകുട്ടിയെ കുറിച്ചാണ് അമ്മ പറയുന്നതെന്ന് മനസ്സിലാകുന്നത്. നിനക്ക് ആ ജഡ്ജിനെ അറിയാമോ എന്ന് അമ്മയും ചോദിക്കുന്നുണ്ട്. നമുക്ക് ആ ഒരു പെൺകുട്ടിയുടെ മരണച്ചടങ്ങിൽ പങ്കെടുക്കാനായിട്ട് പോകാം എന്ന് പറഞ്ഞ് അവനെ വിളിക്കുന്നുണ്ട്. അവനും നിയമം അനുസരിച്ചിട്ടാണ് ഞാൻ ആ വിധി വിധിച്ചിട്ടുണ്ടായിരുന്നത്. എനിക്ക് അവരോട് ക്ഷമ ചോദിക്കാനായി ഒന്നും തന്നെയില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ പോകാം. നിങ്ങൾ അവിടെ പോയി കഴിഞ്ഞാൽ എന്റെ അമ്മയാണെന്ന് കരുതി നിങ്ങൾ അവര് വെറുതെ വിടില്ല. അതിനവരും നീ ശരിക്കും ആ കേസ് കൃത്യമായിട്ട് തന്നെയാണോ വിധിച്ചിട്ടുണ്ടായിരുന്നത്? അതേന്ന് അവനും നീ എന്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞ് ശരിക്കും ആ കേസ് കൃത്യമായി തന്നെയാണ് വിധിച്ചതെന്ന്. എന്നാൽ ഞാൻ അത് വിശ്വസിക്കാം. പക്ഷെ അവനത് ചെയ്യില്ല. ഞാൻ കരുതിയത് എന്റെ മകൻ തെറ്റായ ഒരു കാര്യവും ചെയ്യില്ല. അവൻ കൃത്യമായ വിധിയാണ് എപ്പോഴും വിധിക്കാറുള്ളത് എന്നാണ്. ആരെങ്കിലും നിന്നെ തെറ്റായി പറഞ്ഞാൽ തന്നെ ഞാൻ അതിന് സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് അവനെ നോക്കുമ്പോ കാര്യം അമ്മയ്ക്ക് പിടികിട്ടുന്നുണ്ട്. എന്റെ മകൻ എപ്പോഴെങ്ങനെയായത്? മക്കള് തെറ്റ് ചെയ്ത അമ്മയായിരിക്കണമല്ലോ അതിനുള്ള മറുപടി പറയേണ്ടത് എന്ന് പറഞ്ഞ് ആ ഒരു മരണച്ചടങ്ങിന് പങ്കെടുക്കാൻ വേണ്ടിയിട്ട് അവരും പോകുന്നുണ്ട്. അമ്മ അങ്ങനെയൊക്കെ പറയുമ്പോ അവനും വല്ലാതെ വിഷമം വരുന്നുണ്ട്. ആ സമയം അവനെ നോക്കുമ്പോ ആ ഒരു ശ്വാസം മുട്ടലിന് ഉപയോഗിക്കുന്ന ആ ഒരു സ്പ്രേ ബോട്ടിൽ അമ്മ അവിടെ വീട്ടിലിട്ടിട്ടാണ് പോയിരിക്കുന്നത്. ഇവിടെ മറ്റൊരു സംഭവം നടന്നിട്ടുണ്ടായിരുന്നല്ലോ. എസ് ഗ്രൂപ്പിന്റെ കമ്പനിയിൽ റെയ്ഡ് നടത്തിയിട്ടുണ്ടായിരുന്നു. അതിന്റെ ചെയർമാന് ഇവിടെയുള്ള ചീഫ് ജഡ്ജിനൊക്കെ പരിചയമുണ്ട്. അവള് വല്ലാത്ത കുഴപ്പമുണ്ടാക്കുകയാണ്. എങ്ങനെയെങ്കിലും ഇതിൽ നിന്നും ഒന്ന് ഊരി തരാനായിട്ട് അയാളോടും റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ലീഡ് അമ്മായി അച്ഛനെ വിളിച്ചിട്ട് ഈ ഒരു എസ് ഗ്രൂപ്പിന്റെ കാര്യം പറയുന്നുണ്ട്. നിങ്ങളുടെ ആ ഒരു മരുമകനില്ലേ അവനെ ആ ഒരു ട്രയൽ ഏൽപ്പിച്ചാൽ മതി എന്ന് പറയുന്നുണ്ട്. എസ് ഗ്രൂപ്പിന്റെ ചെയർമാനും ലിയോ അതാരാണെന്ന് ചോദിക്കുമ്പോ ആ ഒരു വക്കീലിന്റെ മരുമോനാണ്. അയാൾ പറഞ്ഞത് മാത്രമേ ഇവൻ കേൾക്കുകയുള്ളൂ. അതുകൊണ്ട് അക്കാര്യത്തിൽ നമ്മൾ പേടിക്കുകയൊന്നും വേണ്ട. ഇവിടെ ആ ഒരു സ്പ്രേ ബോട്ടില് അമ്മ കൊണ്ടുപോകാത്തത് കൊണ്ട് തന്നെ ലീം പുറകെ പോകുന്നുണ്ട്. ആ സമയം ഇവരൊരു കോള് വരുന്നുണ്ട്. ഇവന്റെ അമ്മായച്ചനാണ് വിളിക്കുന്നത്. വേഗം ഇവിടെ വരണം എന്നൊക്കെ പറഞ്ഞാണ് വിളിക്കുന്നത്. ആ സമയം അമ്മയ്ക്ക് പോകേണ്ട ആ ഒരു ബസ്സും അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അമ്മ അതിലും കയറുന്നു. ഇവൻ ആ ഒരു സ്പ്രേ ബോട്ടില് കൊടുക്കാനായിട്ട് സാധിച്ചില്ല. അങ്ങനെ ഇവനും അമ്മായച്ചനെ കാണാൻ വേണ്ടിയിട്ട് അയാളുടെ ഓഫീസിലേക്കും വരുന്നുണ്ട്. അവിടെ വരുമ്പോ ആ ഒരു എസ് ഗ്രൂപ്പിന്റെ ചെയർമാനും അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അയാളെയും ലീ പരിചയപ്പെടുന്നുണ്ട്. ഇവിടെ ആ ഒരു അമ്മയും ആ കുട്ടിയുടെ മരണച്ചടങ്ങിൽ വരുന്നുണ്ട്. മുത്തശ്ശിയും ഇത് കാണുന്നുണ്ട്. അവരോട് വഴക്കിടുന്നു. നീ മാത്രമേ വന്നുള്ളൂ. നിന്റെ മകൻ എവിടെയാണ്? അവൻ ഒളിച്ചിരിക്കുകയാണല്ലേ എന്ന് പറഞ്ഞിട്ട് അവരെ കഴുത്തിന് കുത്തിപ്പിടിക്കുന്നുണ്ട്. അമ്മയും സോറി ഒക്കെ പറയുന്നുണ്ട്. നിന്റെ മകൻ അവനാണ് എല്ലാത്തിനും കാരണം. എന്റെ കൊച്ചുമകൾ മരിക്കാൻ കാരണം അവൻ തന്നെയാണ് എന്ന് പറഞ്ഞ് അവളെ അടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇവിടെ ലിയോട് ഈ ഒരു കേസിന്റെ ഡീറ്റെയിൽസ് എല്ലാം അച്ഛനും പറയുന്നുണ്ട്. ഇവര് അമിതമായിട്ട് പണം സമ്പാദിക്കുന്നുണ്ട്. മൊത്തം കള്ളപ്പണമാണ്. അതിന്റെ ഡീറ്റെയിൽസ് കിട്ടിക്കഴിഞ്ഞാൽ എസ് ഗ്രൂപ്പ് മുഴുവനായിട്ടും തകരും. അതുകൊണ്ട് ഈ കേസ് നീ നന്നായിട്ട് കൈകാര്യം ചെയ്യണമെന്ന് ലിയോടും പറയുന്നുണ്ട്. ഇവിടെ ലീയുടെ അമ്മയും വീട്ടിലേക്ക് തിരികെ പോകുന്നുണ്ട്. അവർക്ക് തീരെ വയ്യ. ശ്വാസം മുട്ടല് വല്ലാതെ കൂടുന്നുണ്ട്. ഇവരും ബാഗില് ആ ഒരു സ്പ്രേ ബോട്ടിൽ ഉണ്ടോ എന്ന് നോക്കുന്നുണ്ട്. അതുണ്ടായിരുന്നില്ല. അവരും കുഴഞ്ഞു വീണിട്ടുണ്ടായിരുന്നു. ഇവനെയും ഫോണിൽ ആരോ വിളിക്കുന്നുണ്ടെങ്കിലും മീറ്റിംഗ് നടക്കുന്നത് കൊണ്ട് തന്നെ ഫോൺ എടുക്കാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നില്ല. ഇതെല്ലാം കഴിയുമ്പോഴാണ് ഇവനും വിവരം അറിയുന്നത്. ഇവനും ഹോസ്പിറ്റലിലേക്ക് ആ ഒരു സ്പ്രേ ബോട്ടിലും കൊണ്ടുവരുന്നുണ്ട്. ഇവനും വന്ന് നോക്കുമ്പോ അമ്മയാണെങ്കിൽ മരണത്തോട് മല്ലിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അവരും മരിച്ചു പോകുന്നു. ശേഷിയുടെ കോടതിയിൽ ചീഫ് ജഡ്ജും എസ് ഗ്രൂപ്പിന്റെ ആ ഒരു കേസ് കൃത്യമായിട്ട് കൈകാര്യം ചെയ്യണം. ലീ ആയിരിക്കണം അതിന്റെ ജഡ്ജ്. അതിന് സെക്രട്ടറിയും കുറച്ച് പ്രശ്നമാണ് അവന്റെ കാര്യം. ഗോജിൻ കെമിക്കൽസിന്റെ വിക്ടിംസ് മരിച്ചത് കൊണ്ട് തന്നെ അവൻ ഒരുപാട് പ്രശ്നമുണ്ട്. അമ്മ മരിച്ചതുകൊണ്ട് അവനിപ്പോ ലീവിലാണ്. തിരികെ വന്ന ക്രിമിനൽ ഡിവിഷനിലോട്ട് അവനെ ട്രാൻസ്ഫർ ചെയ്യിക്കാം. ഇവിടെ ആ ഒരു പ്രോസിക്യൂട്ടറും അവർ ആ എസ് ഗ്രൂപ്പിൽ നിന്ന് പിടിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു സ്റ്റാഫിനെ ക്വസ്റ്റ്യൻ ചെയ്യുകയാണ്. ഇവളും ഓരോന്ന് കുത്തി കുത്തി ചോദിക്കുന്നുണ്ട് ആ ഒരു കള്ളപ്പണം എവിടെയാണെന്നും ഒക്കെ തന്നെ. പക്ഷെ അയാൾ ഒരു വാക്ക് പോലും മിണ്ടുന്നില്ല. ഇവരും അത് കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസ് അന്വേഷിക്കാമെന്ന് തീരുമാനിക്കുന്നുണ്ട്. പോലീസുകാരനും ആ ഒരു കേസിന്റെ ജഡ്ജ് ലീ ആണ് എന്നുള്ള കാര്യം പ്രോസിക്യൂട്ടറോട് പറയുന്നുണ്ട്. അതാരാണ്? അതിനവനും അത് കുറച്ച് പ്രശ്നമാണ്. അയാളിപ്പോ ക്രിമിനൽ ഡിവിഷനിലോട്ട് മാറ്റിയിരിക്കുകയാണ്. എന്തോ ഒരു പ്രശ്നമുണ്ട്. ആ ഒരു എസ് ഗ്രൂപ്പുകാര് പണം കൊടുത്ത് കുറച്ചു പേരെ കയ്യിലെടുത്തിട്ടുണ്ട്. ഇവിടെ എസ് ഗ്രൂപ്പിന്റെ മറ്റൊരു സ്റ്റാഫ് ഇവനെ കാണാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ആ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന്റെ ഇടയിൽ ഇവൻ എന്തെങ്കിലും പറഞ്ഞു പോയാലോ എന്ന് കരുതി അവനൊരു ടാബ്ലറ്റും കൊടുക്കുന്നുണ്ട്. നീ ഇത് കഴിക്കണം, എന്നാൽ മാത്രമേ അവിടുത്തെ ഡീറ്റെയിൽസ് പുറത്തു വരാതെ ഇരിക്കുകയുള്ളൂ. ശേഷം ലീയും കോടതിയിലേക്ക് തിരിച്ചു വരുന്നുണ്ട്. അവിടെയുള്ള ജഡ്ജിമാരും നിന്റെ അമ്മായച്ചനുണ്ടല്ലോ ഇനി ഒരുപാട് നോക്കുന്നുണ്ട്. ഇവിടെ പ്രോസിക്യൂട്ടറും ലീയെ കുറിച്ച് അന്വേഷിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇയാള് ടോപ്പ് യൂണിവേഴ്സിറ്റിയിലൊക്കെ തന്നെയാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ ആവറേജ് റാങ്ക് ഒക്കെ ആയിരുന്നു. അതിനുശേഷമാണ് ആ ഒരു വക്കീലിന്റെ മകളെ കല്യാണം കഴിക്കുന്നത്. അതിനുശേഷം ഇയാൾക്ക് കിട്ടിയിട്ടുള്ള എല്ലാ കേസുകളും ഇയാൾ വിജയിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാം വലിയ വലിയ കേസുകളാണ്. അയാളുടെ അച്ഛന് ഡിമെൻഷ്യയാണ്. നഴ്സിംഗ് ഹോമിലാണ് ഇപ്പോൾ ഉള്ളത്. ഒരു വർഷം എത്ര പണമാണ് അവിടെ ചെലവാകുന്നതെന്ന് അറിയാമോ? അത് വലിയൊരു തുകയാണ്. അവന്റെ അമ്മായച്ഛനിൽ നിന്നും ഒരുപാട് പണം ഇവന് കിട്ടുന്നുണ്ട്. പക്ഷെ ഇവന്റെ അക്കൗണ്ടിൽ അങ്ങനെ വലിയ പണമൊന്നുമില്ല. അപ്പൊ പിന്നെ കിട്ടുന്ന പണമൊക്കെ അവൻ എവിടെയാണ് കൊണ്ട് കളയുന്നത്? ചീട്ടുകളിയോ മറ്റോ ഉണ്ടോ? അങ്ങനെയൊന്നുമില്ല. വേറെ ഒരു പ്രശ്നമല്ല. പക്ഷെ അമ്മായച്ഛൻ എന്താണോ പറയുന്നത് അത് തന്നെയാണ് അയാൾ ചെയ്യുന്നത്. അയാൾക്ക് മറ്റൊരു പേര് കൂടിയുണ്ട്, സിക്രോട്ട്. കൃത്യം 6 മണിക്ക് അയാള് ഓഫീസിൽ നിന്നിറങ്ങും. ഇവിടെ നോക്കുമ്പോ കൃത്യം 6 മണി
രാത്രിയായ സമയത്ത് ലിയം ഓഫീസിൽ നിന്നും ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. സാധാരണ കൊറിയൻ ജഡ്ജിൽ ഇത് സംഭവിക്കുമോ? ഇയാള് ആ ഒരു വക്കീലിന്റെ മരുമകനല്ലേ? ഇവർക്കിത് സർവ്വസാധാരണമാണ്. ഇവളും ഇവനെ ഫോളോ ചെയ്ത് അവന്റെ അച്ഛൻ കിടക്കുന്നുണ്ടായിരുന്ന ആ ഒരു നഴ്സിംഗ് ഹോമിലേക്കും എത്തിയിട്ടുണ്ടായിരുന്നു. ഇവന് കിട്ടുന്ന പണമെല്ലാം തന്നെ ഇവന്റെ അച്ഛനെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ഹോസ്പിറ്റലിന്റെ റൂമിലാണ് കൊണ്ടുവെക്കുന്നത്. ഒരുപാട് അവനും സമ്പാദിച്ചിട്ടുണ്ട്. അയാൾക്കൊന്നും തന്നെ ഓർമ്മയില്ല. ഇവനിപ്പോഴും യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് ആളുടെ ഓർമ്മ. നീ നന്നായിട്ട് പഠിക്കണം എന്നൊക്കെ അച്ഛനും പറയുമ്പോ ഞാനൊരു ജഡ്ജായി ഒന്നും ഓർമ്മയില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോ ജീനയും അവിടേക്ക് വരുന്നുണ്ട്. ഞാൻ പ്രോസിക്യൂട്ടറാണ്. നമ്മൾ കോടതിയിൽ ഉടനെ തന്നെ കണ്ടുമുട്ടും. ഐഎസ് ഗ്രൂപ്പിന്റെ കേസിലെ അത് അന്വേഷിക്കുന്നത് ഞാനാണ്. നിങ്ങളെ വളരെ വേഗത്തില് ക്രിമിനൽ ഡിവിഷനിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നല്ലോ. അതെന്തുകൊണ്ടാ? ഞാൻ നിങ്ങളെ കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട്. അമ്മായിച്ചൻ പറഞ്ഞതനുസരിച്ച് ജീവിക്കുന്ന ഒരാളല്ലേ നിങ്ങള്. ട്രയലിന് വേണ്ട എല്ലാ തെളിവുകളും ഞാൻ നിങ്ങൾക്ക് തരാം. എനിക്കത് വേണ്ടെങ്കിലോ? അതിനോളം എന്തെറ്റി പേടിയാണോ? അവനാണെങ്കിൽ അവളെയും തട്ടിമാറ്റി അവിടെ നിന്ന് പോകുന്നുണ്ട്. ആ സമയം യുഎസ് ഗ്രൂപ്പിന്റെ ഒരു സ്റ്റാഫിനെ പോലീസുകാര് അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അയാള് പോലീസ് സ്റ്റേഷനിൽ വെച്ച് ആത്മഹത്യ ചെയ്തിട്ടുണ്ടായിരുന്നു. ഹോസ്പിറ്റലിൽ വെച്ച് അയാൾ മരിക്കുകയും ചെയ്തു എന്നുള്ള വാർത്ത വരുമ്പോ ഇവനൊന്ന് ഷോക്ക് ആകുന്നുണ്ട്. ആ സമയം ജീനയും ഇവനൊരു മെസ്സേജ് അയക്കുന്നുണ്ട്. അയാള് ആത്മഹത്യ ചെയ്തതല്ല, കൊന്നുകളഞ്ഞതാണ്. പക്ഷേ ഇവള് പറയുന്നതൊന്നും അവൻ കേൾക്കാനായിട്ട് തയ്യാറാകുന്നില്ല. ശേഷം എസ് ഗ്രൂപ്പിന്റെ ട്രയൽ നടക്കുകയാണ്. അതിന്റെ ചെയർമാനും കോടതിയിലേക്ക് വരുന്നുണ്ട്. അവന് വേണ്ടി അവളും കോടതിയിൽ തന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അവനോട് ദേഷ്യമുള്ളത് പോലെ. ആ സമയം ലീ അവിടേക്ക് വരുന്ന സമയം ഒരുപാട് മീഡിയ കോടതിയിൽ ഇവന് വേണ്ടി ഒരു കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ഒരു പെൺകുട്ടിയും അതിനിടയ്ക്ക് വീണ് പോകുന്നുണ്ട്. എന്നിരുന്നാലും അവൾ അവനോട് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഇക്കാര്യങ്ങളൊക്കെ ആ ഒരു ചീഫ് ജഡ്ജിന്റെ സെക്രട്ടറി കാണുന്നുണ്ട്. അവിടെ മറ്റൊരു ജഡ്ജും ഉണ്ട്, യുൻ. ഇവർ രണ്ടുപേരും ഒരേ ലോ കോളേജിൽ പഠിച്ചതാണ്. പക്ഷെ ലീ ആണെങ്കിൽ വലിയ ജഡ്ജിയായി. പക്ഷെ മറ്റവൻ അത്ര വലിയ പൊസിഷനിലൊന്നും എത്തിയിട്ടുണ്ടായിരുന്നില്ല. ജീനാണെങ്കിൽ ജഡ്ജിനെയും കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ആ എസ് കൺസ്ട്രക്ഷന്റെ സ്റ്റാഫിനെ ആരാ കൊന്നുകളഞ്ഞത് എന്ന് നിങ്ങൾക്കറിയാമോ? അയാൾ ആത്മഹത്യ ചെയ്തതല്ല. എന്തായാലും കോടതി അവനെ വെറുതെ വിടുമെന്ന് എനിക്കറിയാം. നിങ്ങളടുത്ത് ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അമ്മായിയച്ഛനോട് ഇത് പറയാന്ന് ചോദിക്കുമ്പോ അവന് ദേഷ്യം വരുന്നുണ്ട്. നിനക്ക് എന്താ വേണ്ടത്? എന്റെ കയ്യില് അയാൾക്ക് കള്ളപ്പണം കിട്ടിയിട്ടുണ്ടായിരുന്ന ഒരു ഡീറ്റെയിൽസ് എല്ലാം ഉണ്ട്. അത് ഇവൾക്ക് അവിടെ തന്നെ ജോലി ചെയ്തിട്ടുണ്ടായിരുന്ന ഒരാള് കൊടുത്തതാണ്. നിനക്ക് ശരിക്കും എന്താ പ്രശ്നം? ആ ഒരു എസ് ഗ്രൂപ്പുമായിട്ട് നിനക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ? നിനക്ക് റിവഞ്ചിന് വേണ്ടിയിട്ടല്ലേ നീ ഇതൊക്കെ ചെയ്യുന്നത്? അത് അവളും സമ്മതിക്കുന്നുണ്ട്. പ്രോസിക്യൂട്ടറായ അന്ന് മുതൽ ആ ടെസിക്കിന്റെ പിറകെ ഞാൻ നടക്കുകയാണ്. ആ ചെയർമാനില്ലേ അയാള് എന്ന് പറഞ്ഞിട്ട് ആ ഒരു തെളിവും അവന്റെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. ഇവന്റെ ആ ഒരു ഫ്രണ്ടും വിധി എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അവന്റെ അടുത്ത് പോയി അവൻ എഴുതുന്നതൊക്കെ വായിച്ചു നോക്കുന്നുണ്ട്. നമുക്ക് ലഞ്ച് കഴിക്കാൻ പോയാലോ? ഞാൻ എന്തെങ്കിലും സഹായം ചെയ്യണോ? നാളല്ലേ എസ് ഗ്രൂപ്പിന്റെ ട്രയല്. ഇയാളെ സെക്രട്ടറിയോട് ഇവൻ എന്താണ് വിധിക്കാനായിട്ട് പോകുന്നത് എന്നുള്ളത് നോക്കിയിട്ട് പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലീം, നീ എന്താ ഇവിടെ ചെയ്യുന്നത്? ലഞ്ച് കഴിക്കാനായിട്ട് പോകുന്നില്ല? ശരി, ഞാൻ പോവുകയാണ്. ഇവന് പ്രത്യേകിച്ച് ഒന്ന് തന്നെ അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇവനും ലീയോട് നല്ല ദേഷ്യമുണ്ട്. ഒരു കണക്ഷനും ഇല്ലാതെ ഇവിടേക്ക് വന്നവനാണ്. എന്നിട്ട് എന്നെക്കാൾ ഉയരത്തിലാണ് അവൻ ഇപ്പൊ നിൽക്കുന്നത്. ഇവനും സെക്രട്ടറി വിളിച്ചിട്ട് ഇവൻ വിധിയൊന്നും എഴുതിയിട്ടുണ്ടായിരുന്നില്ല, നാളെ റെഡിയാവായിരിക്കും എന്ന് പറയുന്നുണ്ട്. ഇവനൊരു തീരുമാനം എടുക്കാനായിട്ട് സാധിക്കുന്നില്ല. അതുകൊണ്ട് ലീം അവന്റെ രാജികത്ത് അവന്റെ സുപ്പീരിയറിന് കൊടുക്കുന്നുണ്ട്. ഇക്കാര്യം അയാൾ ഉടനെ തന്നെ അമ്മായച്ചനെ വിളിച്ച് പറയുന്നുണ്ട്. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയാമോ? ഇവിടെ ഫ്രണ്ടും ഡിന്നർ കഴിക്കാനായിട്ട് പോയാലോ? എനിക്ക് താല്പര്യമില്ലെന്ന് പറയുമ്പോ അവനും അത് ഇവിടുത്തെ മറ്റൊരു ജഡ്ജാണ് എന്ന് പറഞ്ഞ അവനെയും അയാളുടെ അടുത്ത് കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട്. ഇവന്റെ ഒരു ഓഫർ അയാൾ കൊടുക്കുന്നുണ്ട്. എസ് ഗ്രൂപ്പിന്റെ ആ ഒരു കേസ് മര്യാദയ്ക്ക് വാദിച്ചു കഴിഞ്ഞാൽ ഇവനൊരു പ്രൊമോഷന് സാധ്യത കാണുന്നുണ്ട്. പ്രൊമോഷനൊക്കെ കൊടുക്കാം, നീ ഇത് ചെയ്താൽ മതി എന്നൊക്കെ അവനോട് പറയുമ്പോ അവന് താല്പര്യമില്ല. താൻ റിസൈൻ ചെയ്ത കാര്യമൊക്കെ അയാളോട് പറയുന്നുണ്ട്. അതിനയാളും നിന്റെ റെസിഗ്നേഷൻ ലെറ്റർ സ്വീകരിച്ചിട്ടുണ്ടെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? നിന്റെ അമ്മായിച്ചനാണ് നിന്നെ നിയന്ത്രിക്കുന്നത്. അത് മാത്രമല്ല ഈ ഒരു കേസ് ചീഫ് ജഡ്ജിന് വളരെ താല്പര്യമുള്ള കേസാണ്. അതുകൊണ്ട് നീ ഇത് വാദിച്ചു കഴിഞ്ഞാൽ നിനക്ക് നേട്ടങ്ങളാണ് സംഭവിക്കാനായിട്ട് പോകുന്നത്. ഇവന്റെ ഫ്രണ്ടിന് ഇവരോട് വല്ലാത്ത അസൂയ തോന്നുന്നുണ്ട്. നിനക്ക് പ്രൊമോഷന് സാധ്യതയുള്ള ഏത് പോസ്റ്റ് വേണമെങ്കിലും നിനക്ക് ചോദിക്കാം. ആ എസ് ഗ്രൂപ്പിന്റെ കേസ് മര്യാദയ്ക്ക് ഹാൻഡിൽ ചെയ്താൽ മതി. പക്ഷെ അവൻ അതിന് സമ്മതിക്കുന്നില്ല. ഇക്കാര്യം അയാൾ ചീഫ് ജഡ്ജിനോട് വന്ന് പറയുന്നുണ്ട്. എന്തുകൊണ്ടാ അയാൾക്ക് പെട്ടെന്നൊരു മാറ്റം? അമ്മായച്ചനോട് ഇയാളും ഇക്കാര്യം വിളിച്ചു പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അയാളും മരുമകനെ ഇവിടേക്ക് വിളിച്ചു വരുത്തിയിട്ടുണ്ടായിരുന്നു. അവന്റെ മകനും അവിടെ ഉണ്ടായിരുന്നു. അയാളാണെങ്കിൽ ലിയോട് എന്തുകൊണ്ടാ റെസിഗ്നേഷൻ കൊടുത്തതെന്ന് ചോദിക്കുന്നുണ്ട്. അയാളുടെ മകനാണെങ്കിൽ അയാളെ കളിയാക്കുന്നുണ്ട്. ഞാൻ വലിയൊരു പൊസിഷനിലാണ് പിരിക്കുന്നത്, നിനക്കെന്നെ ഒരു ബഹുമാനം ഇല്ലല്ലോ എന്ന് പറയുമ്പോ അവനും റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. നീ എന്തിനാ റിസൈൻ ചെയ്തത്? എനിക്ക് സ്വതന്ത്രനായിട്ട് തുടരാനാണ് താല്പര്യം. ആ സമയം ഇയാള് ഒരു ഫയല് ലീക്ക് കൊടുക്കുന്നുണ്ട്. അതെന്താണെന്ന് ചോദിക്കുമ്പോ ആ ഒരു എസ് ഗ്രൂപ്പിന് അനുകൂലമായി ഇവൻ അടുത്ത ട്രയലിന് വിധിക്കാനുള്ള വിധിയാണ് അതിനകത്തുണ്ടായിരുന്നത്. ഇവൻ ജഡ്ജായ സമയത്ത് ഈ അമ്മായച്ചൻ നിയമം എന്ന് പറഞ്ഞാൽ വളരെ ഫെയർ ആയിരിക്കണം എന്നൊക്കെയാണ് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഇവനും 10 വർഷമായി ഇവിടെ ജോലി ചെയ്യുന്നു ഇയാളുടെ കീഴില്. അവനത് മതിയായി. ഇത്രയും നാള് നിങ്ങൾ പറയുന്നത് പോലെ ഞാൻ കേട്ടു. ഇപ്പതാ അവസാനത്തെ വിധിയും വിധിക്കാനായിട്ട് എനിക്ക് തരുന്നുണ്ട്. ഇവിടുത്തെ മരുമകനല്ലേ നീ, നിനക്ക് ഇതെന്ത് പറ്റി? അതിനവനും അങ്ങനെയാണെങ്കിൽ ഞാൻ അവളെ ഡിവോഴ്സ് ചെയ്തുകൊള്ളാം, നീ എന്ത് വേണമെങ്കിലും ചെയ്തോ, പക്ഷെ എസ് ഗ്രൂപ്പിന്റെ ട്രയല് കഴിയാതെ ഒന്നും തന്നെ ചെയ്യാനായിട്ട് സാധിക്കില്ല. മറ്റവനും പണത്തിന്റെ ഭ്രാന്ത് മനസ്സിലായപ്പോ ഇവൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതാണെന്ന് പറയുമ്പോ ലീം അവനോട് ദേഷ്യപ്പെടുന്നുണ്ട്. നിങ്ങളുമായിട്ടുള്ള ഒരു ബന്ധം ഇന്ന് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് അവനും പോകുന്നുണ്ട്. ആ സമയം അവന്റെ ഭാര്യയും അവിടേക്ക് വരുന്നുണ്ട്. അവളവനോട് നമുക്കൊരു കുട്ടി വേണം, അത് നമ്മുടേത് ആകണമെന്നൊന്നുമില്ല, എവിടെ നിന്നെങ്കിലും കൊണ്ടുവന്നാൽ മാത്രം മതി എന്ന് പറയുമ്പോ അവനും നമുക്ക് ഡിവോഴ്സ് ചെയ്യാം എന്ന് പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോ അവളും അവനെ ഒന്ന് നോക്കുന്നുണ്ട്. വേറെ ആരെങ്കിലും കാണുന്നുണ്ടോ? നമുക്കൊരു കുട്ടിയെ ദത്തെടുക്കാം, ഒരു മകളാണെങ്കിൽ അത്രയും നല്ലത്. ഞാൻ നിന്റെ അച്ഛനോട് പറഞ്ഞു ഞാൻ ഡിവോഴ്സ് ചെയ്യാനായിട്ട് പോവുകയാണെന്ന്. ഇവളുടെ അച്ഛൻ എന്താ
എന്താണോ പറയുന്നത് അത് മാത്രമേ കേൾക്കൂ. ഇപ്പൊ ഇവനെ കൊണ്ട് ഫോഴ്സ് ചെയ്ത് ഈ ഒരു ബന്ധം നിലനിർത്തി കൊണ്ടുപോവുകയാണ്. നിനക്കെന്നെ അത്ര പെട്ടെന്ന് ഡിവോഴ്സ് ചെയ്യാനൊന്നും സാധിക്കില്ല. ഡിവോഴ്സ് എന്ന് പറയുന്നത് രണ്ടുപേരും ചേർന്ന് കൊടുക്കുന്നതാണ്. ഞാൻ എന്തായാലും അതിന് സമ്മതിക്കില്ല. ഇതിനൊരു തീരുമാനം ഉണ്ടാകുന്നത് വരെ വീട്ടിലേക്ക് വരരുത്. വീട്ടിലേക്ക് പോകാനായിട്ട് കഴിയാത്തത് കൊണ്ട് തന്നെ അവനും ഒരു ഷോപ്പിൽ വന്നിരിക്കുന്നുണ്ട്. അവനും കുടിച്ച് ബോധം കെട്ട് അവിടെ കിടന്ന് എന്തൊക്കെയോ സംസാരിക്കുമ്പോ അവിടെയുള്ളവര് അവനോട് ദേഷ്യപ്പെടുന്നുണ്ട്. അവരും എടുത്തിട്ട് ചവിട്ടി കൂട്ടുന്നു. വല്ലാത്തൊരവസ്ഥയാണ് അവനെപ്പോഴും ഉണ്ടായിരുന്നത്. മൊത്തത്തില് അവൻ ചെയ്ത കുറ്റങ്ങളെല്ലാം തന്നെ അവന് ഓർമ്മ വരുന്നുണ്ട്. എനിക്കിതുപോലെ ജീവിക്കാനാവില്ല. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. അമ്മയുടെ കാര്യങ്ങൾ ഓർക്കുമ്പോ അവനും ഒരുപാട് സങ്കടം വരുന്നുണ്ട്. അടുത്ത ദിവസം എസ് ഗ്രൂപ്പിന്റെ ട്രയൽ നടക്കുകയാണ്. ഈ എസ് ഗ്രൂപ്പിന്റെ ചെയർമാന് എതിരായിട്ട് ഒരുപാട് പേര് വന്നിട്ടുണ്ട്. അയാളൊരു നിരപരാധിയാണ്. അയാൾ കള്ളപ്പണം ഒന്നും തന്നെ സൂക്ഷിക്കുന്നില്ല. അതിനു വേണ്ടിയിട്ടുള്ള ഒരു തെളിവുകളും പ്രോസിക്യൂഷൻ ലഭിച്ചിട്ട് പോലുമില്ല. ജീനെ എഴുന്നേറ്റ് കഴിഞ്ഞ 10 വർഷമായി ഒരുപാട് കേസുകൾ ഇയാൾക്കെതിരെ വന്നിട്ടുണ്ടായിരുന്നു. കള്ളപ്പണത്തിന്റെ കുറെ ഡീറ്റെയിൽസ് കിട്ടിയിട്ടുണ്ട്. ഇയാൾക്ക് 6 വർഷത്തെ തടവ് ശിക്ഷയും 12 ബില്യൺ വോൺ പിഴയും കൊടുക്കേണ്ടതാണ്. ജഡ്ജിയും ഇതെല്ലാം കേട്ടതിന് ശേഷം ചെയർമാനോട് എഴുന്നേറ്റ് നിൽക്കാനായിട്ട് ആവശ്യപ്പെടുന്നുണ്ട്. ആ ചീഫ് ജഡ്ജും ഈ ഒരു കേസ് കേൾക്കാൻ വേണ്ടിയിട്ട് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ഈ കോടതി വിധിക്കുകയാണ്. ഡിഫൻഡന്റ് ആയ ടെസിക്കിന് 10 വർഷം തടവും 24 ബില്യൺ വോൺ പിഴയും ഈടാക്കി ഇവനെ കസ്റ്റഡിയിൽ എടുക്കാൻ വേണ്ടിയിട്ട് വിധിക്കുന്നുണ്ട്. ചെയർമാനും ദേഷ്യപ്പെടുന്നുണ്ട്. ഇപ്പൊ ഇതെന്താ സംഭവിച്ചത്? ഇവനെ വിചാരിച്ചത് ജഡ്ജി ഇപ്പോ ഇവന് അനുകൂലമായിട്ട് സംസാരിക്കുമെന്നാണ്. പ്രോസിക്യൂട്ടർ, നീ ഇത് കേട്ടോ? 10 വർഷം ഒന്ന് ഇപ്പൊ എന്താ ഇങ്ങനെ നല്ലൊരു വിധിയാണല്ലോ വന്നത്. ആ ചെയർമാനും വഴക്ക് കൂടിയിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. ആ ഒരു വിധി വിധിച്ചതിന് ശേഷം അവന് വല്ലാത്ത സമാധാനം തോന്നുന്നുണ്ട്. ആ ചീഫ് ജഡ്ജും ദേഷ്യപ്പെട്ട് ഇറങ്ങി പോകുന്നത് ലീയും കണ്ടിട്ടുണ്ടായിരുന്നു. അമ്മായച്ചനുവിനെ വിളിച്ചിട്ട് വല്ലാതെ വഴക്ക് പറയുന്നുണ്ട്. നീ ഇപ്പൊ എന്തായി ചെയ്തത്? നിനക്ക് ഡിവോഴ്സ് അത്രയ്ക്കും വേണമായിരുന്നോ? അവന് ഞാൻ പേപ്പർ എന്തായാലും അയക്കാം എന്ന് പറഞ്ഞ് ഫോണും കട്ട് ചെയ്യുന്നുണ്ട്. അവൻ ഇപ്പോഴാണ് ഒന്ന് സന്തോഷമാകുന്നത്. ആ ഒരു നീതി ദേവതെ അവനെ നോക്കുന്നുണ്ട്. അടുത്ത മറ്റൊരു കാര്യമാണ് കാണിക്കുന്നത്. ഇവനും ഡിഫൻഡന്റിന്റെ സീറ്റിലാണ് ഇരിക്കുന്നത്. ലീയുടെ കൂടെ ഉണ്ടായിരുന്ന ആളെ കൊന്നു എന്ന് പറഞ്ഞിട്ടാണ് ഇവനെയും ജയിലിൽ പിടിച്ചിട്ടിരിക്കുന്നത്. ഞാനൊന്നും ചെയ്തിട്ടില്ല. ഞാൻ നിരപരാധിയാണ്. ഇതൊന്നും ശരിയല്ല. ഞാനല്ല ഇത് ചെയ്തത് എന്ന് പറഞ്ഞ് അവനും ഒരുപാട് വിഷമിക്കുന്നുണ്ട്. സത്യത്തെ ഞാൻ ഇതൊന്നും ചെയ്തിട്ടില്ല. ഞാൻ കുറ്റക്കാരനല്ല എന്ന് പറഞ്ഞ് അവൻ നിലവിളിക്കുന്നുണ്ട്. ഇവിടെ വെച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു.